രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ക്ഷേത്ര ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ തെല്ലും മാനിക്കാതെ നമ്മുടെ നാട്ടിലുള്ള വിവിധ ഹൈക്കോടതി വിധികളെ മാനിക്കാതെ ക്ഷേത്ര പരിസരം വീണ്ടും ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡ് തയ്യാറായിരിക്കുന്നത്. ഇവർ ഏത് ഭക്തരുടെ അല്ലെങ്കിൽ ഏത് വിശ്വാസങ്ങളുടെ ഏത് ക്ഷേത്ര ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ്, ട്രസ്റ്റിയാണ് എന്നുള്ളതാണ് അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യം. ക്ഷേത്രങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യൽ, ദേവസ്വം മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ മോശം പ്രകടനമാണ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണന്റേത്. ഈ വിഷയത്തിലും ശ്രീ രാധാകൃഷ്ണൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം അദ്ദേഹം ഒരേ സമയം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളയാളാണ്. എന്നാൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട താൽപ്പര്യങ്ങളെല്ലാം തന്നെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡോ സർക്കാരോ ഒപ്പമില്ല, അതുകൊണ്ട് കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു ഹിന്ദുവിന്റെ അവസ്ഥ. എല്ലാവർക്കും നമസ്കാരം. നവകേരള സദസ്സിന്റെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളും എത്തുകയാണ്. പല സ്ഥലങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള പരസ്യവേദികളിൽ വെച്ച് ആൾക്കാരോട് ഇവരെല്ലാവരും തന്നെ സംസാരിക്കുന്നുണ്ട്. ചില നിയോജക മണ്ഡലങ്ങളിലെ വേദികൾ തയ്യാറാക്കിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ മൈതാനങ്ങളിലാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ഒന്നിലധികം മണ്ഡലങ്ങളിലെ പരിപാടികൾ നടത്താനായി നിശ്ചയിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ മൈതാനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിച്ചു. വിശ്വാസികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രാചാരവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു പരിപാടി ക്ഷേത്രത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക എന്നത് ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെടുന്നതിനായി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇന്ന് കോടതി പരിഗണിച്ചത് കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരാതിയാണ്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ക്ഷേത്ര ആചാരവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു പരിപാടി ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക്, വിശ്വാസത്തിന് ഒക്കെ തന്നെ വിഘാതമാണ്. അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ അപേക്ഷ. ഇത് കോടതി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ മൈതാനം നവകേരള സദസ്സിന് വേണ്ടി നൽകാനായി തീരുമാനിച്ച ദേവസ്വം ബോർഡിന്റെ ഓർഡർ റദ്ദാക്കിയിട്ടുമുണ്ട്. ഇനി ഈ പരിപാടിക്ക് വേണ്ടി സംഘാടകർ മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ചാൽ ക്ഷേത്രങ്ങളുടെ മൈതാനങ്ങൾ ക്ഷേത്രവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത പരിപാടികൾക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ഹൈക്കോടതി ഉത്തരവുകളുണ്ട്. ഉദാഹരണത്തിന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തേക്കിൻകാട് മൈതാനം രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു പരിപാടികൾക്കും വേണ്ടി കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഉത്തരവുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്ക് അത് നൽകുകയാണ് എങ്കിൽ അതിന് മുന്നോടിയായിട്ട് കോടതിയുടെ അനുവാദം അതിന്റെ ട്രസ്റ്റ് വാങ്ങിയിരിക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. ക്ഷേത്ര ആരാധനയിലോ ഉത്സവ പരിപാടികളിലോ രാഷ്ട്രീയത്തിന് യാതൊരു വിധത്തിലുള്ള സ്ഥാനവുമില്ല എന്നുള്ള കോടതി വിധികളുണ്ട്. അതിന് പ്രകാരം ക്ഷേത്ര ആരാധനയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത പൊതുപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, സാമൂഹ്യ പരിപാടികൾ ഇതൊന്നും തന്നെ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്താൻ പാടില്ല. എന്നാൽ അപ്പോഴും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ക്ഷേത്ര ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ തെല്ലും മാനിക്കാതെ നമ്മുടെ നാട്ടിലുള്ള വിവിധ ഹൈക്കോടതി വിധികളെ മാനിക്കാതെ ക്ഷേത്ര പരിസരം വീണ്ടും ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡ് തയ്യാറായിരിക്കുന്നത്. ഇവർ ഏത് ഭക്തരുടെ അല്ലെങ്കിൽ ഏത് വിശ്വാസങ്ങളുടെ ഏത് ക്ഷേത്ര ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ്, ട്രസ്റ്റിയാണ് എന്നുള്ളതാണ് അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യം. ക്ഷേത്രങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യൽ, ദേവസ്വം മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ മോശം പ്രകടനമാണ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണന്റേത്. ഈ വിഷയത്തിലും ശ്രീ രാധാകൃഷ്ണൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം അദ്ദേഹം ഒരേ സമയം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളയാളാണ്. എന്നാൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട താൽപ്പര്യങ്ങളെല്ലാം തന്നെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. എന്നാൽ ദേവസ്വം ബോർഡ് പോലും സർക്കാരിന്റെ താൽപ്പര്യത്തിന് അനുസൃതമായിട്ട് നിൽക്കുമ്പോൾ വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ പിന്നീട് ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് ചോദ്യം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡോ സർക്കാരോ ഒപ്പമില്ല, അതുകൊണ്ട് കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു ഹിന്ദുവിന്റെ അവസ്ഥ. ഈ അവസ്ഥയ്ക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള കോടതി വിധികളെ മാനിക്കാനായി എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറഞ്ഞേ മതിയാകൂ. ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയാണ് വന്നിരിക്കുന്നത്. ഇനി കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്ന കടക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എന്റെ സുഹൃത്ത് ശ്രീ ശങ്കൂറ്റിദാസ് ആണ് ആ കേസിലെ പരാതിക്കാരൻ. ആ കാര്യത്തിലും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന് ഭക്തർക്ക് പ്രത്യാശിക്കാം. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഏക ആശ്രയം എന്നത് കോടതി മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി നിലകൊണ്ട പരാതിക്കാരോടുള്ള നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.